പ്രസ്താവനയെ പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് മലപ്പുറം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. അൻവറിന്റെ ശ്രമം മുസ്ലിങ്ങളെ CPM-നോട് എതിരാക്കാനാണ്. അൻവർ വലതുപക്ഷത്തിന്റെ തടവറയിലാണെന്നും മോഹൻദാസ് പറഞ്ഞു. വർഗീയത പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, മുസ്ലിം വികാരമുണ്ടാക്കി, മുസ്ലിങ്ങളെയാകെ CPM-നെതിരാക്കി മാറ്റുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാനുള്ളതായിട്ട് അങ്ങനെ ഒരു ആക്ഷേപമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. ഇവിടെയുള്ള 16 MLA-മാരിൽ അൻവർ ഒഴികെയുള്ള 15 MLA-മാരും നിരന്തരം അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തിയാക്കേണ്ട പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ട്. സ്വർണ്ണക്കടത്തിലെ പോലീസിന് തട്ടിപ്പ് പുറത്തെത്തിക്കാനാണ് കോടതിയിൽ പോകുന്നതെന്ന് PV അൻവർ. റിദാൻ മാമി വധക്കേസുകളും അന്വേഷിക്കണം. PV അൻവർ കള്ളക്കടത്തിന്റെ പിന്നണി പോരാളി എന്ന് പറഞ്ഞു. അതും അന്വേഷിക്കാൻ പറയുമെന്നും അൻവർ വ്യക്തമാക്കി. PV അൻവറിനെതിരെ മലപ്പുറത്തെ CPM-ന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ ബിനോയ് വിശ്വം രംഗത്ത് വന്നു. കൈയും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, ആശയത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന പാർട്ടിയാണ് CPI എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് PC ജോർജ്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്താണ് അൻവർ സംസാരിക്കുന്നത്. ADGP RSS നേതാവിനെ കണ്ടതിൽ തെറ്റില്ല. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നവും സംസാരിക്കാമല്ലോ എന്നും PC പറഞ്ഞു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നാണ് ശരത് പവാറിന്റെ